students. Next, continuation of mean deviation, then mean deviation in continuous frequency distribution. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലെ മെയിൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസും നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ മെയിൻ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മെയിൻ ഡീവിയേഷൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, continuous frequency distribution formula, same formula തന്നെ ഉപയോഗിക്കാം. mean deviation is equal to the mean deviation sigma f into modulus d by n. Modulus d is equal to deviation from an average without sign. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ modulus d is equal to deviation from an average without sign. കണ്ടിന്യൂസ് സീരീസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. ഫൈൻഡ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. തന്നിരിക്കുന്ന ഡാറ്റ, ദെൻ ഫസ്റ്റ് കോളം ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മാർക്സ് കോളം. ഫ്രീക്വൻസി കോളം 4, 6, 10, 20, 10, 6, 4. അപ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ദെൻ അബൌട്ട് മീൻ എന്ന് പറയുന്നുണ്ട്. മീൻ എന്നാണെങ്കിൽ നമുക്ക് ആദ്യം ഫോർമുല അറിയാം. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഡി ബൈ എൻ. ഡി ഈസ് ഈക്വൽ ടു മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. Then x bar is equal to sigma fx by n. ഇത്രയും നമുക്കറിയാം. സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുമ്പോൾ എഫ് എക്സ് കിട്ടണമെങ്കിൽ എക്സിൻ്റെ കോളം ആദ്യം അറിയണം. എക്സ് എന്ന് പറയുന്നത് മിഡ് വാല്യൂ ഓഫ് ദ സീരീസ്, ദറ്റ് ഈസ് 5, 15, 25, 35, 45, 55, 65. അപ്പോൾ നമുക്ക് ഇതിൽ എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ എക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 into 5, 20, then 15 into 6, that is 90, 250, 700, 450, 330, 260. അപ്പോൾ അതിൽ ഇവിടെ ക്ലാസ് തന്നിരിക്കുന്നു, എഫ് തന്നിട്ടുണ്ട്, എക്സ് കണ്ടുപിടിച്ചു, സിഗ്മ എഫ് എക്സ് അറിയണം. സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് എക്സ് കോളം കണ്ടുപിടിച്ചു. ദെൻ ടോട്ടൽ സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 2100. എഫിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 60. ദെർഫോർ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 2100 divided by 60. 2100 divided by 60, then x bar is equal to 35. കണ്ടോ, മീൻ എന്ന് പറയുന്നത് 35 ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് ഡി എന്ന് പറയുന്ന കോളാണ്. ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. ദെൻ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 35, എക്സ് മൈനസ് 35. ദറ്റ് ഈസ് 5 minus 35, that is 30, 20, 10, 0, 10, 20, 30. നമുക്ക് ഡി കിട്ടി. നെക്സ്റ്റ് കോളം നമുക്ക് അറിയേണ്ടത് എഫ് ഡി എന്ന് പറയുന്നതാണ്.
next column f into modulus d. F into modulus d is equal to f into modulus d. D എന്ന് പറയുന്നത് 30 ആണ്, f എന്ന് പറയുന്നത് 4 ആണ്. 4 into 30, 6 into 20, 10 into 10, 20 into 0, 10 into 10, 6 into 20, 4 into 30. Then അങ്ങനെ ചെയ്യുമ്പോൾ f d is equal to 120, 100, 0, 100, 120, 120. That is 680. F into modulus d is equal to 680. No, 680. Then mean deviation is equal to sigma f into d is equal to 680 divided by mean deviation is equal divided by n is equal to 60, mean deviation is equal to 11.33. ഇതിൽ ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതായത് മീൻ ഡിവിയേഷൻ കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിൽ എപ്പോഴും എക്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡിവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഡി ബൈ എൻ. മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് മൈനസ് എക്സ് ബാർ ഈസ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ബാർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. ദെൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 2100 ഡിവൈഡഡ് ബൈ 16. Then x bar is equal to 35. Then x bar 35 കിട്ടി കഴിഞ്ഞാൽ then ഇവിടെ എക്സ് അറിയാം, എഫ് അറിയാം, എക്സ് അറിയാം, എഫ് എക്സ് കണ്ടുപിടിച്ചു. ഇനി മോഡുലസ് ഡി കണ്ടുപിടിക്കണം. എക്സ് മൈനസ് മീൻ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 35, എക്സ് മൈനസ് 5 മൈനസ് 35, 15 മൈനസ് 35, 25 മൈനസ് 35. അങ്ങനെ മോഡുലസ് ഡി എന്ന് പറയുന്ന വാല്യൂസ് കണ്ടെത്തിയിട്ടുണ്ട്. മോഡുലസ് ഡി കണ്ടു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു മോഡുലസ് ഡി എന്ന് പറയുന്നതാണ് ദെൻ കണ്ടുപിടിക്കേണ്ട കോളം. അപ്പോൾ എഫ് ഇൻറ്റു മോഡുലസ് ഡി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 680 കണ്ടുപിടിച്ചു. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 680 ഡിവൈഡഡ് ബൈ 60, ദാറ്റ് ഈസ് 11.33. ഇനി ഇത്തരത്തിലുള്ള മീഡിയൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ മീഡിയൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ പ്രോബ്ലം ആദ്യം മീഡിയൻ കണ്ടുപിടിക്കേണ്ടി വരും. അതിനുള്ള ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് മീൻ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ദെൻ ആ ഒരു പ്രോബ്ലം എഴുതിയെടുക്കുക. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ഓൾസോ ഫൈൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഫസ്റ്റ് കോളം 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. Frequency is 18, 16, 15, 12, 10, 5, 2, 2. അപ്പോൾ ഇത്രയാണ് മീൻ ഡീവിയേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Then standard deviation. താഴെ ഫോർത്ത് മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് ദെൻ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Then first standard deviation is the note എഴുതിക്കോളാം. Standard deviation is the square root of the mean of the squares of the deviation. Standard deviation is the square root of the mean of the squares of the deviation of all values of a series from their arithmetic mean. Then standard deviation in individual series. നെക്സ്റ്റ് അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ എസ് ഡി ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ
ഇൻഡിവിജ്വൽ സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എസ് ഡി ഈസ് ഈക്വൽ ടു root of sigma x square by n minus sigma x by n all square. Then standard deviation നമ്മൾ ഈ ഒരു ലെറ്റർ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. വേരിയൻസ് ഈസ് ഈക്വൽ ടു എസ് ഡി സ്ക്വയർ. എസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് റൂട്ട് ഇല്ലാത്തൊരു പാർട്ടാണ് ഇത്. സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ. sigma x square by n minus sigma x by n all square. Then next one is coefficient of variation or coefficient of SD. Coefficient of SD is equal to SD by mean into 100. SD by mean into 100. ഒന്ന് നോക്കാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വൺ ഓഫ് ദി മെത്തേഡാണ് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഡീവിയേഷൻ ഫ്രം ആൻ ആവറേജ് എന്നൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് റൂട്ട് ഓഫ് ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ദെൻ വേരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്, അതായത് റൂട്ടില്ലാത്ത ഭാഗം. അങ്ങനെയാണെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്നിട്ട് കഴിഞ്ഞാൽ ദെൻ അതിന് ആൻസറായി വേരിയൻസിനുള്ള ആൻസർ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ തന്നെയാണ് കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ദെൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ calculate standard deviation, variance and its coefficient. ഇൻഡിവിജ്വൽ സീരീസ് ആണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഇത്രയും മനസ്സിലായി. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എസ് ടി ബൈ മീൻ ഇൻറ്റു 100. ഞാൻ ഫോർമുല മായ്ക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ദെൻ ക്വസ്റ്റ്യൻ find standard deviation, variance and its coefficient. ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം, വേരിയൻസ് കണ്ടുപിടിക്കണം, അതേസമയം അതിൻ്റെ കോയിഫിഷ്യൻറ്റും കണ്ടുപിടിക്കണം. വാല്യൂസ് എന്ന് പറയുന്നത് that is 5, 8, 7, 11, 9, 10, 8, 2, 4, 6. ഇതാണ് എക്സ് വാല്യൂസ് എന്ന് പറയുന്നത്. 5, 8, 7, 11, 9, 10, 8, 2, 4, 6. നമുക്ക് എക്സ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കിതിൽ ആദ്യം സിഗ്മ എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ, ഇതിൻ്റെ ടോട്ടലിനെയാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. 5, 8, 7 ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 70. കണ്ടോ, എക്സ് 78 കിട്ടിയിട്ടുണ്ട്. ദെൻ സിഗ്മ എക്സ് അറിയാം 70. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ദെൻ നമ്മുടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 70. എൻ ഈസ് ഈക്വൽ ടു 10. ഇനി നമുക്കറിയേണ്ടത് എന്താ? എക്സ് സ്ക്വയർ അറിയില്ല അല്ലേ.
അപ്പോൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കോളം കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ 8 സ്ക്വയർ 7 സ്ക്വയർ. ഇവിടെ സിഗ്മ എക്സ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ 8 സ്ക്വയർ 7 സ്ക്വയർ 11 സ്ക്വയർ എല്ലാത്തിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് 25 64 49 121 81 100 64 4 16 36 ടോട്ടൽ 560. 560 സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. Therefore SD is equal to root of sigma x square by n. Sigma x square by n 560 divided by n, that is 10, minus sigma x by n 70 by n, or n is equal to 10 whole square. No. Then 50 root of 56 minus 7 square, that is root of 56 minus 49, that is root of 7, that is 2.646. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2.646. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 2.646. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. വേരിയൻസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഇല്ലാത്ത പാർട്ടാണ്. അപ്പോൾ വേരിയൻസ് ഈസ് ഈക്വൽ ടു ഞാൻ അവിടെ എസ് ഡി സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് എസ് ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2.46 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2.464 ഹോൾ സ്ക്വയർ എന്നർത്ഥം. ദാറ്റ് മീൻസ് 7 കേട്ടോ. അതിൻ്റെ സ്ക്വയർ ഇല്ലാത്ത, അതായത് റൂട്ട് ഇല്ലാത്ത പാർട്ട്, അതായത് ആൻസറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പോൾ വേരിയൻസ് ഈസ് ഈക്വൽ ടു 7. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ CV എന്ന് പറയാം. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ പറയുക? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു SD by mean into 100. SD by mean into 100. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ FX by n. അപ്പോൾ സിഗ്മ ഇവിടെ ഇൻഡിവിജ്വൽ സീരീസ് ആണ്, എക്സിൻ്റെ ആവശ്യമില്ല. സിഗ്മ എക്സ് ബൈ എൻ ആണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 70 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ദെൻ 70 ഡിവൈഡ് 7 ആയിരിക്കും. എക്സ് ബാർ എന്ന് പറയുന്നത് 7 ആണ്. അതായത് മീൻ ഈസ് ഈക്വൽ ടു 7. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് SD ഈസ് ഈക്വൽ ടു 2.646 divided by 7 into 100. That means standard deviation is equal to 37.8. Important question ആണ് coefficient of variation. Coefficient of variation is equal to 37.8. കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ minus sigma x by n whole square. Standard deviation. Variance is equal to sigma x square by n minus sigma x by n whole square or SD square. Then coefficient of variation is equal to SD by mean into 100. Coefficient of variation is equal to SD by mean into 100. തന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ദെൻ അതിൽ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ആൻസർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 2.646. Variance is equal to 7. Then third one, coefficient is equal to 37.8. Then ഇത്രയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇത്രയും പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. Then standard deviation in discrete and continuous frequency distribution. നെക്സ്റ്റ് ടോപ്പിക് അതാണ്.
standard deviation in discrete and continuous frequency distribution. Standard deviation in discrete and continuous standard deviation discrete and continuous frequency distribution. Standard deviation discrete and continuous frequency distribution. Therefore standard deviation കണ്ടുപിടിക്കണമെങ്കിൽ standard deviation is equal to root of sigma fx square by n minus sigma fx by n whole square. ഫ്രീക്വൻസി കൂടെ കൂടുന്നു മാത്രം, ഫ്രീക്വൻസി ഒബ്സർവേഷൻ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ സീരീസിലായിരുന്നുവെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എഫ് ഒബ്സർവേഷൻ എടുക്കാറില്ല. ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും അതിൻ്റെ ഫ്രീക്വൻസി ഒബ്സർവേഷൻ കൂടെ കൺസിഡർ ചെയ്തിരിക്കണം. Therefore standard deviation is equal to root of sigma fx square by n minus sigma fx by n whole square. Then ഇതിലെ variance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി സ്ക്വയർ, variance എസ് ഡി സ്ക്വയർ. Coefficient of variation is equal to SD by mean into 100. അപ്പോൾ വ്യത്യാസം എവിടെ മാത്രമേ ഉള്ളൂ? ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ ദെൻ ഫ്രീക്വൻസി കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഇതാണ് എടുക്കേണ്ടത് എന്ന് മാത്രം. ഇവിടെ എഫ് കൂടെ ഉണ്ടായിരിക്കും, അത്രയാണ് അതിൽ വ്യത്യാസമുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ക്രീറ്റ് സീരീസിലെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Calculate SD. Datas x values. X values 2, 4, 6, 8, 10. Number of students, frequency 8, 10, 16, 9, 7. ദെൻ നമുക്ക് അറിയേണ്ട ഫോർമുലയിൽ നമുക്ക് എന്താ അറിയേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ ആദ്യം നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്ന കോളം കണ്ടുപിടിക്കാം. എഫ് എക്സ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 2 ദറ്റ് ഈസ് 16, 40, ദെൻ 96, 72, ദെൻ 70. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്ന കോളം കണ്ടുപിടിക്കണം. എഫ് എക്സ് എന്ന് പറയുന്ന കോളം കണ്ടുപിടിക്കണമെങ്കിൽ ദെൻ 2 ഇൻറ്റു 8, 4 ഇൻറ്റു 10, 6 ഇൻറ്റു 16, 8 ഇൻറ്റു 9, 10 ഇൻറ്റു 7. ദെൻ എഫ് എക്സ് എന്ന് പറയുന്നത് കിട്ടി. ദെൻ നെക്സ്റ്റ് സിഗ്മ എഫ് എക്സ് ടോട്ടൽ കണ്ടുപിടിക്കണം. സിഗ്മ എഫ് എക്സ് എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ദെൻ സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കോളം കാണാം, അല്ലാണ്ട് എഫ് എക്സിൻ്റെ സ്ക്വയർ കാണരുത്. എഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നല്ല ഇവിടെ കൊടുത്തിരിക്കണേ. എഫ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കരുത്. എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ദറ്റ് ഈസ് 4, 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36, 8 സ്ക്വയർ 8, 64, ദെൻ 100. ഇതാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോളം സിഗ്മ എഫ് എക്സ് സ്ക്വയർ ആണ്. ദെൻ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കോളം കണ്ടുപിടിക്കണം. എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ 8 ഇൻറ്റു 4, 8 ഇൻറ്റു 4 32, 160, 576, 576, then next is 700. Total 2044. 294.
and 50. X, F, Fx, x square, then Fx square kitti. Then standard deviation is equal to root of sigma Fx square by n minus sigma Fx by n whole square. That means root of sigma Fx square എന്ന് പറയുന്നിടത്ത് 2044 divided by n. N is equal to sigma f, that is 50, minus sigma fx എന്ന് പറയുന്നത് 294 divided by 50 whole square. അല്ലേ? അപ്പോൾ then ഇവിടെ root of 40.88 minus 5.88 whole square. Answer is root of 40.88 minus 34.57 is equal to root of 6.31. Answer is 2.51. 2.51. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടുപിടിക്കുമ്പോൾ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ then root of sigma fx square by n minus sigma fx by n whole square. ഇത് കൂടെ കഴിഞ്ഞാൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫോർമുലയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇൻഡിവിജ്വൽ സീരീസിലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ root of sigma x square by n minus sigma x by n whole square. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ദെൻ വേരിയൻസ് ഈസ് ഈക്വൽ ടു റൂട്ടില്ലാത്ത പാർട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് അത് എസ് ഡിയുടെ സ്ക്വയർ ആയിരിക്കും, ഓർ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഈ റൂട്ട് എടുത്ത് കളഞ്ഞാൽ ആ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക, വേരിയൻസ് എന്ന് പറയാം. Then next one is coefficient of variation. Coefficient of variation is equal to SD, standard deviation divided by mean into 100. Then calculate SD. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിസ്ക്രീറ്റ് സീരീസിലൊരു ക്വസ്റ്റ്യൻ തന്നു. എക്സ് കോളം എഫ് കോളം തന്നിട്ടുണ്ട്. ദെൻ എഫ് എക്സ് കണ്ടുപിടിച്ചു. ഇവിടെ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യത എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എഫ് എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും. അങ്ങനെ കാണരുത്. ആദ്യം എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കണം എഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു 2044. Then standard deviation is equal to sigma fx square by n minus sigma fx by n whole square. That means 2044 divided by 50 minus 294 divided by 50 whole square. Root of 40.88 minus 5.88 whole square. Then final answer is 2.51. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിലും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് സീരീസാണ്. കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിലും ഫോർമുല ഇത് തന്നെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുലയൊക്കെ തന്നെയാണ്. ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ, തന്നിരിക്കുന്നത് ക്ലാസ് വൈസ് ആയിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എക്സ് അതിൻ്റെ മിഡ് വാല്യൂ കണ്ടിട്ട് എക്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. Then find standard deviation. Find standard deviation, comma variance and its coefficient. Hello. Find standard deviation
Find standard deviation, variance and its coefficient. Then adile size column. Size column അതായത് ക്ലാസ് എന്ന് എഴുതിയാൽ മതി. ക്ലാസ്സിലെ 0 to 2, 0 to 2, 2 to 4, 4 to 6, 6 to 8, 6 to 8, 8 to 10, then 10 to 12. Frequency 2, 4, 6, 4, 2, 6. ഇനി നമുക്ക് ഇതിൽ എക്സ് തന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സെയിം ഫോർമുല തന്നെയാണ്. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. തന്നിരിക്കുന്നതിൽ എക്സ് കോളം കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് മിഡ് വാല്യൂ ഓഫ് എ ക്ലാസ്. മിഡ് വാല്യൂ എന്ന് പറയുന്നത് 0 to 10 എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് 0 + 2 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് മീൻസ് 1. 2 + 4 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 3. 3, 5, 7, 9, 11. 1, 3, 5, 7, 9, 11. ഇതാണ് നിങ്ങളുടെ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത്. ക്ലാസ്, ഫ്രീക്വൻസി, എക്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഇൻറ്റു എക്സ് ആയിരിക്കും. സിഗ്മ എഫ് എക്സിൽ എഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് എന്ന് പറയുമ്പോൾ 1 × 2, 2, 4 × 3, 12, 6 × 5, 30, 28, 18, 11 × 6, 66. ഇതാണ് നമുക്ക് പറയുന്ന എഫ് എക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കോളം നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, 9, 25, 49, 81, 121. ഇതാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് എക്സ് സ്ക്വയർ. 2 × 1, 2, 4 × 9, 25 × 6, 150, 49 × 4, 196, 81, 162, then 726. ഇതാണ് ഇവിടെ സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ദെൻ സിഗ്മ എഫ് എക്സ് സ്ക്വയർ 1272. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 156. ദെൻ എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ്, ദാറ്റ് മീൻസ് 24. Therefore നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എസ് ഡി ഈസ് ഈക്വൽ ടു ഫോർമുല അറിയാം. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് 1272 divided by 24 minus 156 divided by 24 whole square. Standard deviation എന്ന് പറയുമ്പോൾ അതാണ്. Then answer is 3.28. 3.28 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. Then variance is equal to 3.28 whole square. That means റൂട്ട് ഇല്ലാത്ത പാർട്ട് എടുക്കാം. Then നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിൽ 10.75. Then next one is coefficient of variation. ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നർത്ഥം. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. എസ് ഡി ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ദെൻ മീൻ ഈസ് ഈക്വൽ ടു, മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു, therefore എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 156 ഡിവൈഡഡ് ബൈ 24. 156 divided by 24.
Therefore 6.5. 6.5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ. 156 divided by 24, that is 6.5. Then coefficient of variation is equal to SD divided by mean into 100. SD is equal to 3.28 divided by 6.5 into 100. 3.28 divided by 6.5 into 100. Then final answer is 50.46. 50.46. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ദെൻ വേരിയൻസ് എന്ന് പറയുന്നത് 10.75. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.28. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതി. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങൾ ക്ലാസ്, ഫ്രീക്വൻസി, എക്സ് വാല്യൂ, എഫ് എക്സ്, എക്സ് സ്ക്വയർ, എഫ് എക്സ് സ്ക്വയർ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1272. ദെൻ അതിൽ അപ്ലൈ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 3.28. വേരിയൻസ് എന്ന് പറയുമ്പോൾ എസ് ഡി സ്ക്വയർ, അതായത് ചെയ്തിരിക്കുന്ന പ്രോബ്ലത്തിൽ റൂട്ട് ഇല്ലാത്ത പാർട്ട് എടുത്തു കഴിഞ്ഞാൽ 10.75ൻ്റെ റൂട്ടാണ് ഏത് 3.28 എന്ന് പറയുന്നത്. വേരിയൻസ് ഈസ് ഈക്വൽ ടു 10.75. ദെൻ വേരിയൻസ് കിട്ടി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു 50.46. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ദെൻ ഇവിടെ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് സീരീസും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദ സ്കോർ ഓഫ് 2 ബാറ്റ്സ്മാൻ, ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കാം. ദ സ്കോർ ഓഫ് 2 ബാറ്റ്സ്മാൻ എ ആൻഡ് ബി during a certain match are as follows. Examine which of the 2 batsmen is more consistent. Examine which of the 2 batsmen is more consistent in scoring. Full stop. Who is more efficient batsman? Who is more efficient batsman? Then first one is batsman A. ആരാണ് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാനും അതുപോലെ തന്നെ വേരിയേഷനുള്ള ബാറ്റ്സ്മാൻ ഏതാണെന്നാണ് അറിയുക. കൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും സ്കോർ ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ അതിന് കൺസിസ്റ്റൻ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ക്രിക്കറ്റിലൊക്കെ ആദ്യം 0 ഒട്ടും സ്കോർ ഇല്ലാതെ വരാം, ചിലപ്പോൾ സെഞ്ചുറി അടിക്കാം എന്നൊക്കെ പറയുമ്പോൾ നല്ല വേരിയേഷൻ വരുന്നുണ്ട്. അത് കൺസിസ്റ്റൻ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ ഒരേ ലെവലിൽ എപ്പോഴും സ്കോർ ചെയ്യുന്നതാണ്. അതിൽ ബാറ്റ്സ്മാൻ എ പറയുന്നുണ്ട്. ബാറ്റ്സ്മാൻ എ, ബാറ്റ്സ്മാൻ ബി, ബാറ്റ്സ്മാൻ അവരുടെ സ്കോറാണ് തന്നിരിക്കുന്നത്. ദെൻ 10, 12, 80, 70, 60, 100, 0, 4. ബാറ്റ്സ്മാൻ ബി 8, 9, 7, 10, 5, 9, 10, 8. കണ്ടോ? ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരാണ് എഫിഷ്യൻറ്റ് ബാറ്റ്സ്മാൻ എന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ആളായിരിക്കും എഫിഷ്യൻറ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ബെസ്റ്റ് ആവറേജ് ആർക്കാണോ അയാളാണ് എഫിഷ്യൻറ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഏതാണോ ലെസ് അയാളായിരിക്കും എന്ത് കൺസിസ്റ്റൻറ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആവറേജ് കണ്ടുപിടിക്കണം, ദാറ്റ് മീൻസ് എക്സ് ബാർ കണ്ടുപിടിക്കണം. പിന്നെ സി വി കണ്ടുപിടിക്കണം. സി വി ഈസ് ഈക്വൽ ടു എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ബാറ്റ്സ്മാൻ ആഡ് ചെയ്യാം. ബാറ്റ്സ്മാൻ എയെ സംബന്ധിച്ചിടത്തോളം 10, 12, 18,
70, 60, 100, 0, 4 അല്ലേ? ഇതാണ് എക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 100, 144, 6400, 4900, 3600, 10,000, 0, 16, 25, 160, 336. ആണോ? ദെൻ ഇവിടെ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ബെസ്റ്റ് ആവറേജ് എടുക്കുകയാണെന്ന് പറയുമ്പോൾ എഫിഷ്യൻറ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് എയും കൺസിസ്റ്റൻറ്റ് ബാറ്റ്സ്മാൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാലും അറിയാം. കാരണം ഇവിടെ 0 വരുന്നുണ്ട്, മാക്സിമം സ്കോർ 100 വരുന്നുണ്ട്, കൂടുതൽ റൺസ് എടുക്കുന്നത് എ എന്ന് പറയുന്ന ബാറ്റ്സ്മാനാണ്. നമുക്കത് കണ്ടാലും അറിയാം. പക്ഷേ അതിന് മെഷർമെൻറ്റ് ഉപയോഗിക്കുന്നത് എഫിഷ്യൻ്റ് ആണെന്ന് അറിയാനായിട്ട് ആവറേജ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എയെ സംബന്ധിച്ചിടത്തോളം ബാറ്റ്സ്മാൻ എയെ സംബന്ധിച്ചിടത്തോളം എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ 336 ഡിവൈഡഡ് ബൈ 1 2 3 4 5 6 7 8. ആവറേജ് എന്ന് പറയുന്നത് 42 ആണ്. 42 ആയിരിക്കും. ഇനി എസ് ഡി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ദെൻ ആൻസർ ഈസ് സിഗ്മ എക്സ് സ്ക്വയർ 25160 മൈനസ് 336 ഡിവൈഡഡ് ബൈ 8 divided by 8 whole square. SD is equal to 37.16. ഹലോ 37.16. അപ്പോൾ ഇവിടെ ബാറ്റ്സ്മാൻ എയുടെ എക്സ് ബാർ 42, പിന്നെ എസ് ഡി 37.16. Coefficient of variation is equal to SD by mean into 100. That means SD 37.11 divided by 42 into 100. Then final answer is 88.48. ഇതേപോലെ ബിയുടെ കണ്ടുപിടിക്കണം. ബിയുടെ കണ്ടുപിടിക്കുമ്പോഴും ഇതേപോലെ 8 ബാറ്റ്സ്മാൻ ബിയുടെ സ്കോറ് 8 9 7 10 5 9 10 8. സിഗ്മ എക്സ് കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് കോളം എക്സ് സ്ക്വയർ 64 91 49 100 25 81 100 64. ദെൻ ടോട്ടൽ എക്സ് സ്ക്വയറും എക്സ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 66ഉം 564 ആണോ? ബാറ്റ്സ്മാൻ ബിയുടെയും ആവറേജ് കണ്ടുപിടിക്കണം. എക്സ് ബാർ സിഗ്മ എക്സ് ബൈ എൻ 66 ഡിവൈഡഡ് ബൈ 24. ദെൻ ആൻസർ ഈസ് 8 ആണ്. ആൻസർ ഈസ് 8.25. ഇതാണ് ഇവിടുത്തെ എക്സ് ബാർ എന്ന് പറയുന്നത്. മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 564
divided by 8 minus 66 divided by 8 whole square. Then SD is equal to 1.5562, that is SD. Then coefficient of variation is equal to SD by mean into 100, that is 1.562 divided by 8.25 into 100, that means 18.93. മീൻ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിച്ചു. 18 ഉണ്ടാവും. ഇവിടെ മീൻ കണ്ടുപിടിച്ചു, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിച്ചു. അതിൽ ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എയുടെയും ബിയുടെയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. എയെ സംബന്ധിച്ചിടത്തോളം 42 ആണ് മീൻ എന്ന് പറയുന്നത്, ബീനെ സംബന്ധിച്ചിടത്തോളം 8.25 ആണ് മീൻ. അപ്പോൾ ആരുടെയാണ് ഹയ്യസ്റ്റ് മീൻ ഉള്ളത്? എയുടെയാണ് ഹയ്യസ്റ്റ് മീൻ ഉള്ളത്. താഴെ നിങ്ങൾ എഴുതുക, ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. ബാറ്റ്സ്മാൻ എ ഈസ് മോർ എഫിഷ്യൻറ്റ് സിൻസ് ഹി ഹാസ് ഗ്രേറ്റർ ആവറേജ്. ആദ്യമാണ് എയെ സംബന്ധിച്ചിടത്തോളം 42ഉം ബിയെ സംബന്ധിച്ചിടത്തോളം 8.25 ആണ് ആവറേജ്. ഹയ്യസ്റ്റ് ആവറേജ് ആർക്കാണ്? എക്കാണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും എന്ത്? എഫിഷ്യൻറ്റ് ബാറ്റ്സ്മാൻ. അപ്പോൾ അവിടെ എഴുതേണ്ട സെൻറ്റൻസ് ഇങ്ങനെ: ബാറ്റ്സ്മാൻ എ ഈസ് മോർ എഫിഷ്യൻറ്റ് സിൻസ് ഹി ഹാസ് ഗ്രേറ്റർ ആവറേജ്. ദെൻ ബീന് ഇനി നോക്കേണ്ടത് സി വി ആർക്കാണ് കുറവ് നോക്കാം. അപ്പോൾ ഇവിടെ 88.48 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, അവിടെ 18.93 ആണ്. അപ്പോൾ ദെൻ അവിടെ വേരിയേഷൻ കുറവുള്ള വ്യക്തിയായിരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കേണ്ടാവുക. അപ്പോൾ ദെൻ അവിടെ കൺസിസ്റ്റൻസി അറിയാനായിട്ട് ലെസ് വേരിയേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെർഫോർ ബാറ്റ്സ്മാൻ ബി ഈസ് മോർ കൺസിസ്റ്റൻറ്റ്. Batsman B is more consistent since coefficient of variation is less. Then ഈ ചാപ്റ്ററോട് കൂടെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഫോർമുലാസ് ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. Then first one is range is equal to h minus l divided by 2. Coefficient of range is equal to h minus l divided by h plus l. Then quartile deviation is equal to, quartile deviation second measure of dispersion ആണ്. Quartile deviation എന്ന് പറയുമ്പോൾ quartile deviation is equal to q3 minus q1 divided by 2. Then interquartile range is equal to q3 minus q1. Coefficient of quartile deviation is equal to q3 minus q1 divided by q3 plus q1. Then next third one is mean deviation. Mean deviation കണ്ടുപിടിക്കാനായിട്ട് mean deviation in individual series is equal to sigma modulus d by n. Then discrete and continuous series mean deviation is equal to sigma f into modulus d by n. ഇതാണ് mean deviation കണ്ടുപിടിക്കാനുള്ള ഫോർമുല. Then next one is standard deviation. Standard deviation കണ്ടുപിടിക്കാനുള്ള ഫോർമുല. Then individual series sigma x square by n minus root of sigma x square by n minus sigma x by n whole square in individual series. Then coefficient discrete series ആണെങ്കിൽ root of sigma fx square by n minus sigma fx by n whole square. Coefficient of variation is equal to SD by mean into 100. അപ്പോൾ ഇത്രയുമാണ് അതിൽ തന്നിരിക്കുന്ന ചില എക്സസൈസ് പ്രോബ്ലംസ് കൂടെയുണ്ട്. ആ എക്സസൈസ് പ്രോബ്ലംസ് കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ പീരീഡിൽ ഞാൻ കുറച്ച് പ്രോബ്ലംസ് കൂടെ നൽകാം. അപ്പോൾ ഒത്തിരികൂടെ സീരിയസ് ആയിട്ട് ഇത് കാണണം. മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഈ ഭാഗത്ത് നിന്ന് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്തിരികൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതൊന്ന് ഒത്തിരികൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.